ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് അത് ഹൂത്തികളിൽ നിന്ന് വരുന്ന അറ്റാക്കുകളാണ്. അതായത് ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ഡ്രോണുകളും എല്ലാമാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് നിരന്തരമായി എത്തിക്കൊണ്ടിരിക്കുന്നത്, അവിടെയെല്ലാം അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസം നിറഞ്ഞ കാര്യമാണ്. അതിനാൽ തന്നെ സൈറനുകൾ മുഴങ്ങുമ്പോൾ തന്നെ ഇസ്രയേലി നിവാസികൾ ബങ്കറുകളിലേക്ക് ഓടി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. യോനി യുവാൽ എന്ന് പറയുന്ന ഒരു 31 വയസ്സുകാരൻ്റെ ഒരു അനുഭവമുണ്ട്. അതായത് ഇദ്ദേഹം ഇസ്രയേലി പൗരനാണ്. കഴിഞ്ഞ വർഷം, അതായത് യുദ്ധം തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇദ്ദേഹം വടക്കൻ ഇസ്രയേൽ നഗരമായിട്ടുള്ള ഹൈഫയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് ടെൽ അവീവിൽ വന്ന് താമസിച്ചതാണ്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം ഹൂത്തികളുടെ ആക്രമണത്തിൽ തകരുന്ന ഒരു അനുഭവമാണ് യോനി യുവാൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഇത്തരമൊരു അനുഭവമാണ് ഇപ്പോൾ പങ്കിടാനായിട്ടുള്ളത്. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യമൻ, അതായത് ഈ ഹൂത്തികൾ ഉള്ള സ്ഥലം, യമനിൽ നിന്ന് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം 2000 കിലോമീറ്ററോളം അകലെയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഈ യമനിലുള്ള ഹൂത്തികളുടെ ആക്രമണം തന്നെയാണ്. എന്നാൽ തിരിച്ച് ഇസ്രയേലും ഈ ഹൂത്തികൾക്ക് മേൽ ആക്രമണം നടത്തുന്നുണ്ട്. എന്നാൽ ഇസ്രയേലിന് ഈ ഹൂത്തികളുടെ ഒളിത്താവളങ്ങളോ അവരുപയോഗിക്കുന്ന ആയുധങ്ങളോ ഒന്നും അത്ര കണ്ട് പരിചിതമല്ല. അതിനാൽ തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഹൂത്തികളെ നേരിടുക എന്നുള്ളത്. കൂടാതെ തന്നെ ഇസ്രയേലിൻ്റെ അടുത്തുമല്ല ഈ ഒരു യമൻ എന്ന് പറയുന്ന രാജ്യം, അത് വളരെയധികം ദൂരെ മാറിയുള്ള ഒരു രാജ്യവുമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും ഇപ്പോൾ ഒരു ഹൂത്തികളുടെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ വീഡിയോ ചെയ്യുന്നത് 5-ാം തീയതി 2025 അതായത് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് ഹൂതികളുടെ അറ്റാക്കിൽ. ഇപ്പോൾ അതൊരു വെറും അറ്റാക്കല്ല, ഒരു ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കാണ് ഇപ്പോൾ ഹൂതികൾ ഇസ്രയേലിൽ നടത്തിയിരിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതായത് നോർത്തേൺ പാർട്ട് ഓഫ് ഇസ്രയേലിലെ അവിടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൂത്തികൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. എന്നാൽ സെൻട്രൽ ഇസ്രയേലിലും എക്സ്പ്ലോഷൻ്റെ സൗണ്ട് കേട്ടതായിട്ട് അവിടെയുള്ള നിവാസികൾ, അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്നാൽ IDF, അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് ഇങ്ങനെ ഹൂത്തികൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് നടത്തി എന്നുള്ളത് IDF സമ്മതിക്കുമ്പോൾ പോലും അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. അതായത് ഹൂതികൾ അയച്ചിരിക്കുന്ന ഒരു മിസൈല് ഇസ്രയേൽ അയക്കുന്ന മിസൈൽ ഉപയോഗിച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു എന്ന രീതിയിലാണ് IDF പറയുന്നത്. പിന്നീട് ഈ കേട്ടിട്ടുള്ള ഈ ഒരു എക്സ്പ്ലോഷൻ്റെ സൗണ്ടില്ലേ, അത് ഈ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു എക്സ്പ്ലോഷൻ ഉണ്ടല്ലോ, ആ സൗണ്ടാണ് അവിടെ കേട്ടത്, അവിടെ മുഴങ്ങിയത് എന്നാണ് IDF പറയുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഇറാനിൽ നിന്നാണ്. അതായത് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെയും വൻ ഭീഷണി നേരിടുന്ന ഇറാൻ ഇപ്പോൾ വളരെ വലിയൊരു മിലിറ്ററി ഡ്രിൽ നടത്തിയിരിക്കുകയാണ്. ഇറാൻ സേനയുടെ ഡിഫൻസ് എബിലിറ്റിയും അതുപോലെ തന്നെ മിസൈൽ പവറും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ഡ്രില്ല് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്ക ചില സൂചനകൾ നൽകിയിട്ടുണ്ട്, അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ആക്രമിക്കുമെന്ന്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ഇപ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു ഡ്രില്ല് സംഘടിപ്പിച്ചിരിക്കുന്നത്, മിലിറ്ററി ഡ്രില്ല് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനിടെ ഇറാൻ്റെ തന്നെ ഫോറിൻ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇറാനെ ഇനി അറ്റാക്ക് ചെയ്താൽ അതൊരു വലിയ വാറിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും, അതായത് ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുമെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള അറ്റാക്കും നേരിടാൻ ഇറാൻ തയ്യാറാണ് എന്ന രീതിയിലും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന വരാൻ കാരണമുണ്ട്. അതായത് ഇപ്പോൾ ഹൂത്തികൾ നിരന്തരമായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇതിനൊരു തിരിച്ചടി എന്ന രീതിയിൽ ചിലപ്പോൾ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തേക്കാം എന്ന രീതിയിലും ഒരു വാർത്ത വരുന്നുണ്ട്, ഒരു സൂചനയാണ്. അത് മുൻനിർത്തി ആയിരിക്കണം ഇവിടുത്തെ ഈ ഒരു ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമസ്കാരം.